الواحد القهار الصمد الجبار الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل ما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن جاهداك على أن تشرك به ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وعن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم قال قال رسول الله صلى الله عليه وسلم من قبل عيني أمه كان له سترا من النار. الحديث قال سيدنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جدلي بجودك أرضني برضاك جدلي بجودك أرضني برضاك جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا مددي مؤيدي مددي عمدي على شددي مسيدي سددي أرضي بلادي كن آغبا بيدي خواجہ معین الدین كن آخذا بيدي خواجہ معین الدین كن
സാഹിബന്റെ ഖാജാ لخمسة تفيدها حرا وباء الحاتما المصطفى والمرتضى وابناهما والفاطمة ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പുൽകതിരാ നൊമ്പരത്തിൻ മുള്ളുകൾ പേരി മക്കളിലിമ്പമില്ലാർദ്രതയേറി അമ്പേൽപ്പൂ മൊഴിഞ്ഞൊരു സ്വർഗവും ഉമ്മയിലാ ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പുൽകതിരാ കണ്ടാലോ നന്മയുനേറും കരയിച്ചാൽ കാഠിന്യം കൂടും കണ്ണിന്റെ മണി പോലും കണ്ടിടു നീ കനിയേ കണ്ടാലോ നന്മയുനേറും കരയിച്ചാൽ കാഠിന്യം കൂടും കണ്ണിന്റെ മണി പോലും കണ്ടിടു നീ കനിയേ ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പുൽകതിരാ മരിക്കുമ്പോൾ കനിമയുമില്ല ശരിക്കുമ്പോൾ ഫലമതുമില്ല മാതാവിൻ മാനസം നേരിയ എന്നെന്നും കണ്ണീരാ മരിക്കുമ്പോൾ കനിമയുമില്ല ചലിക്കുമ്പോൾ ഫലമതുമില്ല മാതാവിൻ മാനസം നേരിയ എന്നെന്നും കണ്ണീരാ ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പൊൻകതിരാ നൊമ്പരത്തിൻ മുള്ളുകൾ പേറി മക്കളിലിമ്പമില്ലാർദ്രതയേറി അമ്പേലിപ്പൂ മുത്തുമൊഴിഞ്ഞൊരു സ്വർഗവും ഉമ്മയിലാ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ പരിപാവന മജ്‌ലിസിൽ ഇരിക്കുന്ന സയ്യിദന്മാരെ, ഉസ്താദന്മാരെ, നജാത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയിലെ കർമ്മോത്സുകരും ദീനീ പ്രവർത്തകരുമായ ഉന്മേഷവാന്മാരായ സംഘാടക സമിതിയിലെ കൂട്ടുകാരെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരീ സഹോദരങ്ങളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വനിഷ്ഠമായ അഭിനന്ദനങ്ങളും
സംഹാരകർത്താവായ സർവാധിനാഥനായ ദുർഗേശ്വരനായ ജല്ലജലാലായ കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഇൽമിന്റെ വേദിയിലെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പൂർണ്ണമായും ഉത്തരം തരുമാറാകട്ടെ. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും കരുണക്കടലായ പടച്ചതമ്പുരാൻ സാധുക്കളും പാപികളുമായ നമ്മുടെ ഈ മജ്ലിസിന്റെ മാഹാത്മ്യം കൊണ്ട് നമുക്ക് വിട്ടുപുറത്തു മാഫാക്കി തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാകട്ടെ. ഫാൻ വേണ്ട, രണ്ട് സൈഡിലും വേണ്ട, ഉസ്താദ്മാർക്ക് വെച്ചു. എനിക്കും അതിന്റെ സൗണ്ട് മൈക്കിൽ പിടിക്കുന്നുണ്ട്. ഓഫ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. എന്തോടാ കയ്യിലിരിക്കണം? വെള്ളിയ ക്ഷത്രോ? അവൻ തിരിഞ്ഞു നോക്കണം. അല്ലാ പേടിയാ? ഒന്നുമില്ല. ഈ നാടിന്റെ മലരായി മാണിക്യമായി അന്തിവിശ്രമം കൊള്ളുന്ന യാഹൂദങ്ങളുൾപ്പെടെയുള്ള മഹാരഥന്മാരുടെയും മഹത്തുക്കളുടെയും പൊരുത്തവും ഗുരുത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗീയ ആരാമത്തിൽ സമ്മേളിച്ച നമുക്ക് ഏവർക്കും അല്ലാഹു നിർബന്ധമാക്കി തരുമാറാകട്ടെ. അവരെ സഞ്ചരിച്ചുപോയ ആത്മീയതയുടെ വഴിയിലുള്ള വെളിച്ചം കണ്ടെത്തിയിട്ട് ആ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യാൻ, ആ പൊരുത്തത്തിലൂടെ യാത്ര ചെയ്യാൻ, ആ ആത്മീയതയിലൂടെ സായുജ്യമടയാൻ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സദസ്സിന് ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികൾ ആ കസേര ഒന്നെടുത്ത് ഉയർത്തി കാണിച്ചാൽ സംഘാടക സമിതിയിലെ സഹോദരങ്ങൾ അത് ഒന്ന് വാങ്ങിക്കൊള്ളും. കാരണം കസേര നമുക്ക് കിട്ടാവുന്നിടത്തോളം സംഘാടകർ കൊണ്ടുവന്ന് ഇത്രയും കസേരയിൽ ആളില്ല. അപ്പൊ അതുകൊണ്ടത് സംഘാടകർ വാങ്ങി പുറകിലോ സൈഡിലോ എവിടെയെങ്കിലും ഉണ്ടാ. എത്ര പേർക്ക് ഇരിക്കാം? സംഘാടകർ വളരെ വേഗം. സ്ത്രീകളുടെ ഭാഗത്തും 4-5 കസേരയൊക്കെ ഉണ്ടാവും. മൊബൈൽ വെക്കാനൊരു കസേര, കുഞ്ഞിനെ വെക്കാനൊരു കസേര, കുഞ്ഞിനെ ഒട്ടിക്കണ സാധനം വെക്കാനൊരു കസേര, അങ്ങനെ ഭയങ്കര സെറ്റപ്പാ. അപ്പൊ അതുകൊണ്ടതൊക്കെ സഹോദരിമാരൊന്ന് വിശാലമായ സ്ഥലമാണെങ്കിലും ജനം നിറയുമ്പോൾ കസേരകൾ നിരത്തുന്നതിന് പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോ കിട്ടിയ കസേരകൾ മാറി ഇരിപ്പിടമില്ലാതെ നിൽക്കുന്നവർക്ക് ഇരിക്കുന്ന സൗകര്യത്തിന് വേണ്ടി സംഘാടകർ ചെയ്തു കൊടുക്കണം. ആരാണോ ഈ സ്ഥലം നമ്മുടെ പരിപാടി നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു തന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ മഹനീയ വേദിയുടെ ബറക്കത്ത് കൊണ്ട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാട് വൈകി. ഞാൻ വൈകിയതല്ല, ഒരിക്കലും ഞാൻ വൈകി വരാറില്ല. പല സ്ഥലത്തും തിരൂരുകാർക്കൊക്കെ ഒരു ധാരണയുണ്ട് വാക്കവി 10 മണിക്ക് വരോളെന്ന്. ഞാൻ 8 മണിക്ക് തന്നെ എത്തി. സംഘാടകരാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ. എത്ര സമയം വൈകിയാൽ അവര് കൊണ്ടിരുത്തി കാര്യവും പറഞ്ഞ് ചാപ്പാടൊക്കെ തന്ന് പതുക്കെ അവിടെ ഇരുത്തി ഉസ്താദ് റെസ്റ്റ് എടുക്കട്ടെ അളിയാ എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങിരിക്കും. അവസാനം ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ഉസ്താദ് തകർപ്പും പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആളും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ അങ്ങനെ ഇത്രയും താമസിച്ചെന്ന് ഇങ്ങനെ ആലോചിച്ചും പോയി. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് നജാത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയിലെ പ്രിയമുള്ള സംഘാടകർ ഈ വർഷം സംഘടിപ്പിച്ച, നിങ്ങൾക്ക് മുന്നിൽ സംഘടിപ്പിച്ച മനോഹരമായ പരിപാടി ഇന്ന്